മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുകളിലത്തെ നിലയിലേക്ക് ബാലചന്ദ്രൻ താമസം മാറിയിരിക്കുകയാണ്. അങ്ങനെ ആരോടും തൻ്റെ മുറിയിലേക്ക് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീനയെ അങ്ങോട്ട് കാണാത്തതിൽ അലീനയെ വന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിന്നെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കണ്ടിട്ടില്ലല്ലോ, നീ അന്ന് ഇങ്ങോട്ട് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്കിവിടെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അതിനെക്കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോള് ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ എന്നും വരുമായിരുന്നല്ലോ, നിൻ്റെ അടുത്ത് പരിചരിക്കാനൊക്കെ നിൽക്കുമായിരുന്നല്ലോ, പക്ഷേ നീ അത് ചെയ്തില്ല, നീ എന്താ വരാതിരുന്നത്, എനിക്കൊരുപാട് സങ്കടമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരു പേടിയോടുകൂടി വൈജയന്തിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം, നിന്നെ ആരെങ്കിലും ഇവിടെ നിന്ന് വിലക്കിയിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്തും പേടിയോടുകൂടി അലീന വൈജയന്തിയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും അത് കുഴപ്പമില്ല, ഇന്നു മുതൽ നീ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നീ എൻ്റെ കൂടി കാര്യങ്ങൾ നോക്കണം, അതുകൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വയ്യാതിരുന്നതും നിന്നെ കാണാൻ വന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യവും അറിഞ്ഞ് മോള് തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതിന് ഇവൾ ഇന്ന് പോവാൻ നിൽക്കുകയാണ്, ഇവൾ ഇന്ന് ഇവിടെ നിന്ന് പോവും, ഇനി ഇവിടെ ഉണ്ടാവില്ല, പിന്നെ അമ്മയുടെ കാര്യമല്ലേ അത് ഞാൻ നോക്കും, ബാലചന്ദ്രൻ വന്നിട്ട് പോവാമെന്ന് കരുതിയിട്ട് നിൽക്കുകയായിരുന്നു അവൾ എന്നൊക്കെ ഇങ്ങനെ വൈജയാണ് ബാലചന്ദ്രനോട് അത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആണോ അലീന എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്ന് വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പേടിയോടുകൂടി മറുപടി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഏതായാലും നീ പോവാനൊക്കെ തീരുമാനിച്ചു എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഒരു യാത്ര ചോദിക്കലും ആവാം, മോളിങ്ങോട്ട് കയറി വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആകെ പേടിച്ചിങ്ങനെ മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ മനു പറയുന്നുണ്ട്, സാറ് വിളിച്ചതല്ലേ, നീ കയറി ചെല്ല് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിതനെ പതുക്കെ തട്ടിയിട്ട് നീയും കൂടെ ചെല്ല് എന്ന് പറഞ്ഞിട്ട് വൈജ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അലീനയാണ് വിളിച്ചത്, അലീനയ്ക്ക് എസ്കോട്ടൊന്നും ആരും വരണ്ട, അവൾക്ക് പേടിയൊന്നുമില്ല, ഒറ്റയ്ക്ക് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് കരുതിയിട്ട് പ്രശ്നവുമില്ല, അവൾ മാത്രം വന്നാൽ മതി, ഇനി അതല്ല എന്നെ കാണണമെന്ന് വേറെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വേണം വരാൻ, അതും അലീനയുടെ കൂടെ വരണ്ട, അലീന അങ്ങോട്ട് തിരിച്ച് ഇറങ്ങി വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി, അതും എൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം കയറി വന്നാൽ മതി എന്ന് കർശനമായിട്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ പിന്നീട് പേടിച്ചുകൊണ്ട് അലീന ബാലചന്ദ്രൻ്റെ മുറിയിലോട്ട് പോവുകയാണ്. ആ സമയത്ത് ബാക്കോട്ടൊക്കെ പേടിച്ച് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വൈജയന്തി പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ഭയമാണ് അലീനയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീന അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ വാ മോളെ അകത്തോട്ട് കയറി വാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വന്നിട്ട് യാത്ര പറഞ്ഞ് പോകാമെന്ന് കരുതി നിൽക്കുകയായിരുന്നോ എന്നൊക്കെ അലീനയോട് ചോദിക്കുമ്പോൾ അതേ എന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ ഈ വീട് സ്വന്തം വീട് പോലെയല്ലേ കരുതിയിരുന്നത്, ഇവിടെ സ്വന്തം കുടുംബക്കാരെ പോലെയല്ലേ കരുതിയിരുന്നത്, നിൻ്റെ അനിയത്തി നിൻ്റെ താഴെയുള്ളവരെയൊക്കെ സ്വന്തം അനിയത്തിയായിട്ടല്ലേ കരുതിയിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അതെ എന്നാണ് അലീന മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒന്നും കൂടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സ്വന്തം ഉദരത്തിൽ വളർന്ന സ്വന്തം അനിയത്തി ആയിട്ടല്ലേ നീ അവരെ കണ്ടത്, ഒരു ഉദരത്തിൽ നിന്ന് വന്നിട്ടുള്ള എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് അലീന നിൽക്കുന്നത്. സാർ ഇത് എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് അലീന നിൽക്കുന്നത്. അങ്ങനെ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ, നിൻ്റെ അനിയത്തിമാരെ സ്വന്തം അനിയത്തിമാരായിട്ടാണ് കണ്ടത്, വൈജയന്തിയുടെ അമ്മയെ സ്വന്തം മുത്തശ്ശിയായിട്ടാണ് കണ്ടത്, പക്ഷെ നീ എന്നെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടത് എന്നൊക്കെ സങ്കടത്തോടു കൂടി മറുപടി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ സ്വന്തം അച്ഛനായിട്ട് നീ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം അച്ഛനെ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകാൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ അസുഖം പിടിച്ച് നിൽക്കുന്ന സമയത്ത് സ്വന്തം അച്ഛനോട് ഇങ്ങനെ നീയൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ വളരെ സങ്കടത്തോടു കൂടി പൊട്ടി കരയുകയാണ് അലീന. അലീനയുടെ കരച്ചിൽ കണ്ടപ്പോൾ ബാലചന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അതെനിക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം ആ ഒരു സ്പോട്ടിൽ തന്നെ അലീന കരച്ചിൽ നിർത്തുന്നുണ്ട്. അതും ബാലചന്ദ്രന് വേണ്ടിയിട്ടാണ് ആ കരച്ചിൽ അടക്കി പിടിച്ച് നിർത്തുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീയാണ് എനിക്ക് ഇനി താങ്ങായിട്ട് നിൽക്കേണ്ടത്, ആ താങ്ങായിട്ട് നിൽക്കുന്ന തൂണായിട്ട് നിൽക്കുന്ന നീ എന്നെ വിട്ടിട്ട് പോയാൽ പിന്നെ എനിക്കെങ്ങനെ ജീവിക്കാൻ കഴിയുക, നീയാണ് എനിക്ക് കൂട്ടായിട്ട് ഇനി വേണ്ടത്, എന്നെ സമാധാനിപ്പിച്ചിട്ടും എന്നെ
പഴയ ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരേണ്ടത് നീയാണ്. നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവുമാണ്. എൻ്റെ മൂത്ത മകളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടില്ലേ? നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയോട് പോലും ഞാൻ എതിർത്ത് നിന്നിട്ടുണ്ട്. നിന്നെ ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഞാൻ രക്ഷിച്ചില്ലേ? അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നീ എനിക്ക് വേണ്ടി ഇവിടെ നിന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് മറുത്ത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇവിടെ നിന്ന് പോവരുത്. അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ പിന്നെ ആ നിമിഷം തന്നെ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനി നിനക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. പൂർണ്ണമായും അലീനയ്ക്ക് വിട്ട് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ആകെ പ്രതിസന്ധിയിലായിട്ട് നിൽക്കുകയാണ് അലീന. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് മാഡത്തിന് ഇഷ്ടമല്ല, മാഡം എന്നോട് പോകാനാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അവളെക്കുറിച്ച് ഓർത്ത് നീ ഒന്നും വിഷമിക്കേണ്ട, അവളെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ട് നിൻ്റെ സമ്മതവും നിൻ്റെ ഇഷ്ടവുമാണ് വേണ്ടത്. അങ്ങനെ ഒടുവിൽ അലീന അവിടെ നിൽക്കാമെന്നുള്ള രീതിയിൽ സമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ നീ എൻ്റെ മകളായിട്ടാണ് തുടരേണ്ടത്. നിന്നോട് ആര് ചോദിച്ചാലും ബാലചന്ദ്രൻ എൻ്റെ അച്ഛനാണെന്നാണ് നീ മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണുകൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു പൈതലിനെ പോലെയാണ് അലീന ആ സമയത്ത് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നത്. അങ്ങനെ അലീന ബാലചന്ദ്രനെ തനിച്ചാക്കിയിട്ട് ഈ പ്രതിസന്ധിയിൽ ഒറ്റക്കാക്കിയിട്ട് ഒരിക്കലും പോവില്ല എന്നുള്ള തീരുമാനം എടുത്താണ് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ താഴേക്ക് വരുന്നത് കണ്ടപ്പോൾ വൈജയന്തിക്ക് തന്നെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞായിരുന്നു, എന്ത് പ്രതിസന്ധിയും ഉണ്ടാകും, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതിനായിട്ട് നീ ഒരു നല്ല ശക്തിയായിട്ട് തന്നെ എതിർത്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു തീരുമാനം തന്നെ അലീന എടുക്കുകയാണ്. അങ്ങനെ വളരെ രസകരമായിട്ടാണ് ഓരോ എപ്പിസോഡുകളും കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ അടുത്ത വൈജയെ എങ്ങനെ പ്രതിരോധിക്കുന്നത്, വൈജ എങ്ങനെയാണ് ഇതിന് പ്രതികാരം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാം.